പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയിലുള്ള ആൾക്കാരൊന്നും ഒരു വർഷത്തേക്ക് ഗോൾഡ് വാങ്ങരുതെന്ന് പറഞ്ഞു. ഇന്ത്യൻ എക്കോണമി എന്തെങ്കിലും സീരിയസ് ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. ബേസിക്കലി ഇത് പറയാനായിട്ട് കാണുന്നത് 3 റീസണാണ്. ഒന്നാം റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആവശ്യത്തിലേക്കുള്ള സ്വർണം ഭൂരിഭാഗവും പുറത്തു നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിനകത്ത് വലിയ വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യും. മാത്രവുമല്ല നമ്മുടെ സ്വർണത്തിൻ്റെ വില കഴിഞ്ഞ 2 വർഷത്തിൽ ഏകദേശം ഡബിൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ ഔട്ട്ഫ്ലോ നമ്മുടെ രാജ്യത്ത് നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ എക്കോണമിയെ സീരിയസ്ലി ഹർട്ട് ചെയ്യും. അടുത്ത റീസൺ എന്ന് പറയുന്നത് കൂടുതൽ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഡോളറിന് അഗേൻസ്റ്റ് വീക്കണാവുകയും നമ്മളുടെ പർച്ചേസിങ് പവർ ഗോയിങ് അഹെഡ് കുറയുകയും അത് മിഡിൽ ക്ലാസ് ലൈഫിനെ സീരിയസ്ലി ഹർട്ട് ചെയ്യും. കാരണം അവരുടെ ഇൻകം കൂടാതിരിക്കുകയും അവരുടെ പർച്ചേസിങ് പവർ കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വരികയാണെങ്കിൽ അവരുടെ ലൈഫ് വളരെ ട്രബിളിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അപ്രീസിയേഷനാണ്. ഇന്ത്യ വേൾഡിൻ്റെ 15% ക്രൂഡ് ഓയിൽ കൺസംഷൻ ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് 40% കൂടുന്നതും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു എല്ലാ സിറ്റുവേഷനും കൺസിഡർ ചെയ്തിട്ടാവണം ഗവൺമെൻറ് ഇങ്ങനെ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുണ്ടാവുക.